അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇ അൽഫായിസീന അജ്മഈൻ. ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും നമ്മുടെ ഈ ദിക്ർ ഔറാദുകളും എല്ലാം അല്ലാഹു തആല കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ ശനിയാഴ്ചയാണ്. നാളെ ശനിയാഴ്ച നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരികയാണ്. ഇപ്പോൾ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച വോട്ടെടുപ്പ് നടന്നു. അതിനുശേഷം ബാക്കിയുള്ള തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ കഴിഞ്ഞ വ്യാഴാഴ്ച ഇന്നലെ ആയിരുന്നു വോട്ടെടുപ്പും കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പോൾ അൽഹംദുലില്ലാഹ് 2 ഘട്ടങ്ങളായി നടന്ന ആ തിരഞ്ഞെടുപ്പിൻ്റെ പൂർണ്ണമായ റിസൾട്ട് നാളെ ശനിയാഴ്ച വരികയാണ്. ഏകദേശം 1 ലക്ഷത്തോളം വരുന്ന സ്ഥാനാർത്ഥികളാണ് മൊത്തത്തിലുണ്ടായിരുന്നത്. അപ്പോൾ ആ കൂട്ടത്തിലൊക്കെ നമ്മുടെ കൂട്ടുകാരുണ്ട്, നമ്മുടെ കുടുംബക്കാരുണ്ട്, നമ്മുടെ അയൽവാസികളുണ്ട്, നമുക്കറിയാവുന്നവരുണ്ട്, നമ്മളെ പരിചയമുള്ളവരുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് ആളുകളുണ്ടാകും. വ്യത്യസ്തമായ പാർട്ടികളിലൊക്കെ ആയിരിക്കും അവർ സ്ഥാനാർത്ഥികളൊക്കെ ആയിട്ട് നിന്നിട്ടുണ്ടാവുക. നമ്മൾ അയൽവാസിയിൽ പെട്ട പലരും പല സംഘടനക്കാരും ഒക്കെ ആയിരിക്കാം. അപ്പോൾ നാളെ റിസൾട്ട് വരുമ്പോൾ കുറച്ചാളുകൾ തോൽക്കും, കുറച്ചാളുകൾ ജയിക്കും. അത് ഒരു എന്താ പറയുക, ലോകത്തിൻ്റെ ക്രമമാണ്. കുറച്ചാളുകൾ തോൽക്കുക, കുറച്ചാളുകൾ ജയിക്കുക. സത്യം പറഞ്ഞാൽ ഇവിടെ തോക്കുക ജയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു റിസൾട്ട് വരിക, തോക്കുക, അത് സ്വാഭാവികമാണ്. ജയമുണ്ടാകും, തോൽവി ഉണ്ടാകും. ഇതൊന്നും ശാശ്വതമായ വിജയമോ ശാശ്വതമായ തോൽവിയോ അല്ല. അതൊക്കെ നാളെ ആഖിറത്തിലാണ്. നാളെ ആഖിറത്തിലാണ് ശാശ്വതമായ വിജയം. ശാശ്വതമായ തോൽവി ഉള്ളതും നാളെ ആഖിറത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ജയിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. എന്നും ആവട്ടെ, അപ്പോൾ നാളെ റിസൾട്ട് വരുമ്പോൾ ചില പാർട്ടിക്കാർ ചിലപ്പോൾ തോറ്റെന്ന് വരാം, അല്ലെങ്കിൽ ചില ആൾക്കാർ ജയിച്ചെന്ന് വരാം. അപ്പോൾ ഈ ജയിക്കുന്ന ആളുകൾ അമിത ആഹ്ലാദം പ്രകടിപ്പിക്കാൻ നിൽക്കണ്ട. കാരണം അള്ളാഹുവിൻ്റെ വലിയ പരീക്ഷണങ്ങളുടെ കാലം കൂടിയാണ്. നമ്മൾ ഈ വലിയ കൊട്ടിഘോഷിച്ചൊക്കെ വലിയ നാട് നന്നാക്കി അങ്ങോട്ട് കളയാമെന്നൊക്കെ വിചാരിച്ചാലും അള്ളാഹുവിൻ്റെ തർത്തീബ് ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അമിത ആഹ്ലാദം വേണ്ട. അതുപോലെ തന്നെ ഇന്ന് തോറ്റ ആളുകൾ വിഷമിച്ച് സങ്കടപ്പെട്ട് അതും വേണ്ട. കാരണം ഇതൊക്കെ ഒരു ശാശ്വതമായ അല്ലെങ്കിൽ നശ്വരമായ ഒരു തോൽവിയാണ്. ഇവിടെ തോറ്റു എന്നും പറഞ്ഞ് ജീവിതം മൊത്തം തോറ്റുപോയി എന്നല്ല ഇതിൻ്റെ അർത്ഥം. ചിലപ്പോൾ 1 വോട്ടിനോ 2 വോട്ടിനൊക്കെ ആയിരിക്കാം ചിലപ്പോൾ തോറ്റുപോകുന്നത്. അപ്പോൾ എന്തുമാവട്ടെ, ഈ തോറ്റവർ അവർ വിഷമിക്കേണ്ട കാര്യമില്ല. ജയിച്ചവർ ഒരു സന്തോഷം ഉണ്ടാവും, പക്ഷെ അമിതമായ ആഹ്ലാദം അതും വേണ്ട. അപ്പോൾ നാളെ നമുക്ക് റിസൾട്ട് അറിയാം. പിന്നെ നാളെ ഈ റിസൾട്ട് വരുമ്പോൾ തമ്മിലടിക്കാനോ അല്ലെങ്കിൽ കൂക്കു വിളിക്കാനോ കളിയാക്കാനോ നിൽക്കണ്ട. കാരണം നമ്മളൊക്കെ നാളെയും കാണേണ്ടവരാണ്. ചിലപ്പോൾ ഈ തോറ്റ സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിലായിരിക്കും ഈ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളെ സഹായിക്കാൻ അള്ളാഹു താല വിടുന്നത്. ചിലപ്പോൾ ഈ ജയിച്ച ആൾ, നമ്മൾ ജയിപ്പിച്ച ആൾ എവിടെയെങ്കിലും ഇരുന്ന് ചുമ്മാ നോക്കിയിരിക്കുകയായിരിക്കും. അപ്പം അങ്ങനെയൊന്നും നമുക്ക് ആരെയും ജഡ്ജ്മെന്റ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് റിസൾട്ട് വരുമ്പോൾ തോൽവി ഉണ്ടാവും, ജയമുണ്ടാകും. അതൊക്കെ ഉൾക്കൊള്ളുക. പിന്നെ അമിതമായ ആഹ്ലാദം വേണ്ട. ആരെയും പരിഹസിക്കാനും നിൽക്കണ്ട, കളിയാക്കാനും നിൽക്കണ്ട. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. നമ്മുടെ വിഷയം അതല്ല. നമ്മൾ ഇൻഷാ അല്ലാഹ് ദിക്റിന്റെ മജ്‌ലിസിലേക്ക് കടക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ജമാഅത്തുൽ ആഖിർ മാസത്തിന്റെ 22ാമത്തെ രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. നാളെ 22ാമത്തെ പകലാണ്. അൽഹംദുലില്ലാഹ്, ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ റജബ് മാസമൊക്കെ നമ്മളിലേക്ക് വരികയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാടുകളിൽ അർഹരായ, നമുക്ക് യോഗ്യരായ ഭരണാധികാരികളെ അല്ലാഹു തആല തന്ന് നമ്മുടെ നാടിനെ സംരക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ കാര്യങ്ങളൊക്കെ സലാമത്താവാൻ വേണ്ടിയുള്ള ദിക്ർ ദുആയിലേക്ക് കടക്കാം. അല്ലാഹു തആല മജ്‌ലിസ് സ്വീകരിക്കട്ടെ. ആമീൻ. അല്ലാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട 2 ഇസ്മുകൾ. ഇതിൻ്റെ നേട്ടമെന്ന് പറഞ്ഞാൽ നമുക്ക് സമ്പന്നത കിട്ടുമെന്നാണ്. സമ്പന്നത എന്ന് പറഞ്ഞാൽ കുറെ പൈസ ഉണ്ടാവലല്ല, മറിച്ച് മക്കളിൽ ബർക്കത്തുണ്ടാവുക, അതൊരു സമ്പന്നതയാണ്. ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാവുക, അതൊരു സമ്പന്നതയാണ്. അതുപോലെ തന്നെ കച്ചവടത്തിൽ ഖൈർ ഉണ്ടാവുക, അതൊരു സമ്പന്നതയാണ്. ഈമാൻ വർദ്ധിക്കുക, അതൊരു സമ്പന്നതയാണ്. അല്ലെ, എല്ലാം സമ്പന്നതയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു സമ്പന്നത, ഒരു റാഹത്ത് ഉണ്ടാവണം. അതിന് പറ്റിയ ഒരു 2 ഇസ്മുകളുണ്ട്. നമുക്കത് ചേർത്തൊന്ന് പറഞ്ഞാലോ? യാ ഗനിയു യാ മുഗ്നി ജല്ല ജലാലുക യാ അല്ലാഹ്. 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 യാ ഗനിയു യാ മുഗ്നി ജല്ല ജലാലുക യാ അല്ലാഹ്.
യാ ഗനിയു യാ മുഗ്നി ജല്ല ജലാലുക യാ അല്ലാഹ് 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 യാ ഗനിയു യാ മുഗ്നി ജല്ല ജലാലുക യാ അല്ലാഹ്. ആകാശഭൂമികൾക്കിടയിലുള്ള എല്ലാ ഷർറുബല മുസീബത്തുകളെ തൊട്ടുള്ള കാവൽ കിട്ടാൻ രാവിലെ സുബഹിക്ക് ശേഷവും മഗ്രിബിന് ശേഷവും ഒക്കെ പതിവാക്കിയാൽ ഒരുപാട് നേട്ടങ്ങളുള്ള, ഒരുപാട് പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാൻ പറ്റുന്ന ദിക്ർ ഔറാദുകളിൽപ്പെട്ട നബിതങ്ങൾ പഠിപ്പിച്ച ഒരു ദിക്ർ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ഇത് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്, എല്ലാ ആപത്തുകളെ തൊട്ടുള്ള കാവലുണ്ടാകുമെന്നാണ്. പറഞ്ഞോ. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو
വഹുവസ്-സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ്-സമാഇ വഹുവസ്-സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ്-സമാഇ വഹുവസ്-സമീഉൽ അലീം. ഒരുപാട് ഹലാലായ മുറാദുകൾ ഹാസിലാവാനും, വീടില്ലാത്തവർക്ക് ഖൈറായ വീട് കിട്ടാൻ, സമ്പത്തില്ലാത്തവർക്ക് നല്ല സമ്പത്തുണ്ടാവാൻ, മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളുണ്ടാവാൻ, നമ്മുടെ എല്ലാത്തിനും ഉപരി തെറ്റുകളൊക്കെ പൊറുക്കപ്പെടാൻ ഇസ്തിഗ്ഫാർ ബെസ്റ്റാണ്. പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം الذي لا إله إلا هو الحي القيوم وأتوب إليه. أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه. أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه. أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه. أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه. أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه. أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه. أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه. أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه. أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه. أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه. أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه. أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه. أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه. أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه. أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه. أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه. أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه. أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه. കടലിന്റെ നുരയോളം തെറ്റുകൾ പൊറുക്കപ്പെടാൻ പറ്റുന്ന തരത്തിൽ വലിയ മഹത്വമുള്ള ദിക്ർ നമുക്കൊന്ന് പറഞ്ഞാലോ. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله
ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير അല്ലാഹുവിനെ ഹംദ് പറയൽ നമ്മുടെ മേൽ അനിവാര്യമാണ്. പടച്ചോൻ എന്ത് അനുഗ്രഹം തന്നാലും അൽഹംദുലില്ലാ എന്ന് പറയണം. ഭക്ഷണം അനുഗ്രഹമാണ്, അത് കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറയണം. വസ്ത്രം ധരിച്ചാൽ അൽഹംദുലില്ലാ പറയണം. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറയണം. നമ്മളൊരു യാത്ര പോയി തിരിച്ച് വീട്ടിലേക്ക് എത്തിയാൽ അൽഹംദുലില്ലാ പറയണം. അങ്ങനെ എന്ത് നല്ല കാര്യത്തിന് ശേഷവും എന്ത് പറയണം? അൽഹംദുലില്ലാ എന്ന് പറയണം. ഈ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. അങ്ങനെയാണ് നിസ്കാരത്തിലൊക്കെ നമ്മൾ പറയുന്നത്. എന്നാൽ ഈ ഹംദിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപമുണ്ട്. അത് ഏതെങ്കിലും ഒരു മനുഷ്യൻ ആത്മാർത്ഥമായി പറഞ്ഞാൽ അവനിക്ക് അല്ലാഹു തആല നിഅമത്തുകൾ അധികരിപ്പിച്ചു കൊടുക്കും. നമുക്കതൊന്ന് പറഞ്ഞാലോ? ഹംദിന്റെ പൂർണ്ണ രൂപം പറഞ്ഞോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا كثيرا طيبا مباركا فيه على كل حال الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال അഫ്ളലു ദിക്ർ നമുക്ക് ചൊല്ലാം. അഫ്ളലു ദിക്ർ ചൊല്ലാത്ത ഒരു സദസ്സ് പോലും ഉണ്ടാവാൻ പാടില്ല. ഒരുപാട് നേട്ടങ്ങളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റുണ്ടല്ലോ,
അത് മനസ്സിൽ തട്ടി പറയണം. അള്ളാഹുവെ, മരിക്കുന്ന സമയത്ത് എനിക്ക് ഈ ദിക്ർ പറഞ്ഞ് മരിക്കാൻ പറ്റണം എന്ന് മനസ്സിൽ കരുതി ഇൻഷാ അല്ലാഹ് നല്ലവണ്ണം പറഞ്ഞു കേട്ടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അൽഹംദുലില്ലാഹ്, നമ്മൾ ഇന്നത്തെ മജ്ലിസിൽ ചൊല്ലിയ ദിക്ർ, സ്വലാത്ത്, തസ്ബീഹ് എല്ലാം അല്ലാഹു തആല സ്വീകരിക്കട്ടെ. പ്രത്യേകം ഇന്നത്തെ മജ്ലിസിൽ ദുആരക്കാൻ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. പലരും ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നേരിട്ട് കണ്ട് പറഞ്ഞിട്ടുണ്ട്, പിന്നെ മറ്റുള്ളവരോട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആരക്കും ആരുടെയും പേരൊന്നും തൽക്കാലം എടുത്തു പറയുന്നില്ല. മൊത്തത്തിൽ എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യാൻ പോകുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കട്ടെ. സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തിൻ ഓതി നമുക്ക് ദുആയിലേക്ക് കടക്കാം. إلى حضرة نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم وإلى حضرات أهل الخير والفضل كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن
ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അർഹമു റഹീമീനായ കരുണയുള്ള റബ്ബേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിപ്പോയവരാണ് ഞങ്ങൾ ഓരോരുത്തരും. ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയവരാണ്, പാപങ്ങൾ ചെയ്തു പോയവരാണ്. എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. ഒറ്റക്കും കൂട്ടായും അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചവരാണ് ഞങ്ങൾ സമ്മതിക്കുന്നു. എല്ലാം നീ മഗ്ഫിറത്തിലാക്കണേ അല്ലാ, മർഹമത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഇനിയുള്ള ജീവിതം നിന്നെ സൂക്ഷിച്ച് ജീവിക്കാനും മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ അനുധാവനം ചെയ്ത് ജീവിക്കാനുള്ള മഹാ സൗഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളാക്കി മാറ്റി ഞങ്ങളുടെ ഉമ്മാ വാപ്പ, ഞങ്ങളുടെ ഭാര്യ ഭർത്താവ്, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ കൂട്ടുകാര്, നാട്ടുകാര്, വേണ്ടപ്പെട്ടവർ, മരുമക്കള്, സഹോദരിമാര്, സഹോദരങ്ങൾ, ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ട് എല്ലാവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ. അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ മരിച്ച് ഖബറിലേക്ക് പോവാനുള്ളവരാണ്. ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കി തരണേ അല്ലാ. പടച്ചവനെ, ജീവിതത്തിൽ നീ ഈമാൻ തരണേ അല്ലാ, ഇഖ്ലാസ് തരണേ അല്ലാ, തഖ്വ തരണേ അല്ലാ, ഇസ്തിഖാമത്ത് തരണേ റഹ്മാനെ. അല്ലാഹു, നിന്റെ പരീക്ഷണങ്ങൾ വരുമ്പോ പിടിച്ചു നിൽക്കാനും അല്ലാഹുവേ അതിലൊക്കെ ക്ഷമിക്കാനുമുള്ള മഹാ സൗഭാഗ്യം തരണേ അല്ലാ. പടച്ചവൻ, ഞങ്ങളുടെ ഈമാൻ ഫസാദായി പോകുന്ന, നഷ്ടപ്പെട്ടു പോകുന്ന വലിയ പരീക്ഷണങ്ങൾ തന്ന് അല്ലാഹുവേ ഞങ്ങളെ നീ ഇടങ്ങേറിലാക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടുമൊക്കെ ഞങ്ങളുടെ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, വാപ്പമാരുണ്ട്, സഹോദരിമാര്, സഹോദരങ്ങൾ, എല്ലാവർക്കും നീ ഖൈറ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ബറക്കത്ത് നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഈ വീഡിയോകൾക്ക് താഴെ, ഞങ്ങളുടെ ക്ലാസ്സുകൾക്ക് താഴെ ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറയുന്നുണ്ടോ, കമന്റായി രേഖപ്പെടുത്തുന്നുണ്ടോ, പലരും പറയും ഉസ്താദേ കമന്റ് ഒന്നും എഴുതാൻ അറിയില്ല, നിങ്ങൾ ദുആ രക്കണമെന്ന്. അല്ലാഹുവേ, ആ പാവപ്പെട്ട മുഅ്മിനീങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്റെ സ്വർഗത്തിൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഇരിക്കാനുള്ള മഹാ സൗഭാഗ്യം തരണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളുള്ളവരാണ്, സങ്കടങ്ങളുള്ളവരാണ്. ഞങ്ങൾ ആരോടും അതൊന്നും പറഞ്ഞിട്ടില്ല റബ്ബേ, നിന്റെ മുന്നിൽ പറയുകയാണ്, നിവർത്തി വെക്കുകയാണ് അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നീ പരിഹാരം തരണേ അല്ലാ. അല്ലാഹു, നിന്റെ പരീക്ഷണങ്ങൾക്ക് അറുതി തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, രോഗങ്ങൾക്ക് ശിഫാ തരണേ അല്ലാ. ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ, അല്ലാഹുവേ, പേരില്ലാത്തതും പേരുള്ളതും മരുന്നില്ലാത്തതും മരുന്നുള്ളതുമായ ഒരുപാട് ചെറുതും വലുതുമായ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന കാലമാണ്. അല്ലാഹുവേ, പടച്ചവനെ, ആരെല്ലാം രോഗികളായി കഴിയുന്ന എല്ലാ മുഅ്മിനീങ്ങളുടെയും രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഭർത്താവ്, ഞങ്ങളുടെ ഭാര്യ, ഞങ്ങളുടെ മക്കൾ, കൂട്ടുകാര്, നാട്ടുകാർ, എല്ലാവർക്കും നീ ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ക്ലാസ്സുകളൊക്കെ സ്ഥിരമായി കേൾക്കുന്ന പലരും അല്ലാഹുവേ ഇന്ന് ഹോസ്പിറ്റലിൽ കഴിയുകയാണ്. അവർക്കൊക്കെ നീ ശിഫ കൊടുക്കണേ അല്ലാ. പടച്ചവനെ, അല്ലാഹുവേ, കടങ്ങളുള്ളവരുണ്ട്, കടങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. കടങ്ങൾ വീട്ടാനുള്ള എളുപ്പവഴി തുറന്നു തരണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ച റബ്ബേ, വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ വീട് കൊടുക്കണേ അല്ലാ. വാടകക്കാണ് താമസിക്കുന്നത്, വീടില്ല, വീടുണ്ടാവാൻ ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്, വീട് പണി നടക്കുന്നു. അല്ലാഹുവേ, എല്ലാം നീ സലാമത്തിലാക്കി കൊടുക്കണേ അല്ലാ. വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ഒരുപാട് സഹോദരിമാര്, സഹോദരങ്ങൾ, ഖൈറായ ഇണകൾ അവർക്ക് നീ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ മക്കളെ തരണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കി തരണേ അല്ലാ. സ്വഭാവം മോശമാണ് പല മക്കളുടെയും, സ്വഭാവം നന്നാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, പറഞ്ഞാൽ അനുസരിക്കുന്ന നല്ല മക്കളാക്കണേ അല്ലാ. ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാലും ഞങ്ങളെ ഓർക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി ദുആ രക്കുന്ന നല്ല മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റണേ റഹ്മാനെ. മക്കളുടെ പഠനം, ജോലി, ജീവിതം, അവർക്ക് നീ എല്ലാവിധ ഖൈറും സലാമത്തും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ,
ഞങ്ങളൊക്കെ യാത്രകൾ ചെയ്യുന്നവരാണ്. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, ആക്സിഡന്റ് മരണങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. ശരീരം ഛിന്ന ഭിന്നമായി പോകുന്ന അവസ്ഥയൊന്നും നീ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ പലരും കച്ചവടക്കാരാണ്, ബിസിനസ് ചെയ്യുന്നവരാണ്, ഉപജീവനം ചെയ്യുന്നവരാണ്. നീ അതിലെല്ലാം വലിയ ബറക്കത്തും സലാമത്തും തരണേ അല്ലാ. ഒരുപാട് പ്രവാസികളായ മുഅ്മിനീങ്ങൾ ഞങ്ങളുടെ ക്ലാസ്സുകൾ കേൾക്കുന്നവരാണ്. അവരെ നീ കൈവെടിയല്ലേ അല്ലാ. അല്ലാഹുവേ, അവർക്കും നീ ഖൈറും സലാമത്തും കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും തരണേ അല്ലാ. അല്ലാഹുവേ, നീറുന്ന നൂറ് പ്രശ്നങ്ങളാണ് ഓരോ മുഅ്മിനീങ്ങൾക്കും ഉള്ളത്. എല്ലാ പ്രശ്നങ്ങൾക്കും നീ പരിഹാരം കാണണേ അല്ലാ. ഈ വർഷം ഹജ്ജ് ഉംറക്ക് പോവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അല്ലാഹുവേ പടച്ചവനെ, അവർക്കെല്ലാം ആ യാത്രകൾ നീ എളുപ്പത്തിലാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ നാട്ടിൽ നീ സമാധാനം തരണേ അല്ലാ, സ്വസ്ഥത തരണേ അല്ലാ. അല്ലാഹുവേ, എല്ലാവിധത്തിലുള്ള ഐശ്വര്യമുള്ള നല്ല നാടാക്കി മാറ്റണേ അല്ലാ. ഞങ്ങളുടെ നാട് ഭരിക്കുന്ന ഭരണാധികാരികൾ അവർക്കെല്ലാം നീ നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ നാട് ഐശ്വര്യത്തിലും മതേതരത്വത്തിലുമാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ലോക മുഅ്മിനീങ്ങൾക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. ലോക മുസൽമാനെ നീ സഹായിക്കണേ അല്ലാ. പടച്ചവനെ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള മഹാസൗഭാഗ്യം തരണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. الحمد لله. നമ്മുടെ ഇന്നത്തെ മജ്‌ലിസ് അവസാനിപ്പിക്കുകയാണ്. നാളെയും നമ്മുടെ മജ്‌ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക.